എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബജാജ് പൾസർ N250യുടെ 2024 എഡിഷനാണ്. ഒരു രക്ഷയില്ല, കിടിലൻ ലുക്കാണ്. ഇത്തവണ വലിയ മാറ്റങ്ങളുമായിട്ടാണ് N250 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. USD ഫോർക്ക് എന്ന് പറയുന്നത് ചങ്കി ആയിട്ടുള്ള USD ഫോർക്കാണ്. 37mm ആണ്. ഇത് ബ്ലാക്ക് വേരിയൻ്റ് ആണ്. 3 കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, അതുപോലെ വൈറ്റ്, പിന്നെ ഒരു റെഡാണ് ഏറ്റവും കിടിലായിട്ട് എനിക്ക് തോന്നിയത്. റെഡിൽ വന്നിരിക്കുന്നത് ഗോൾഡൻ കളറിലുള്ള ഒരു USD ഫോർക്കാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു കളർ ടോണാണ്. വൈറ്റും നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. അടിപൊളിയാണ് എന്തായാലും 3 കളർ സ്കീമും. ഇത്തവണ ബജാജ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസൈൻ അപ്രോച്ച് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ വരുന്ന സ്റ്റിക്കറിങ് വർക്കുകളൊക്കെ അവർ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ 3-4 കാര്യങ്ങളൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മീറ്റർ കൺസോൾ ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട്. അത് ബെറ്റർ കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇതിനകത്ത് അധികം കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് E20 കോമ്പാറ്റബിൾ ആണ് എൻജിൻ വൈസിലുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ബാക്കി അതർവൈസ് ഓവറോൾ എൻജിൻ സെയിം പവറും പെർഫോമൻസും ആണ് കൊടുത്തിരിക്കുന്നത്. 24 bhp പവർ, അതുപോലെ തന്നെ 21 Nm ടോർക്കാണ് വന്നിരിക്കുന്നത്. അത് ഏകദേശമുള്ള ഒരു ഫിഗറാണ്. എക്സാക്റ്റ് ആയിട്ടുള്ള ഫിഗർ ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാം. അപ്പം അടിപൊളി ലുക്കിലാണ് ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. ഈ ഒരു ടീഷർട്ട് കണ്ടോ? അപ്പം ഞാനിത് ഒരു 3-4 ടീഷർട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് നിലവിൽ. ബൈക്ക് റൈഡേഴ്സിനും അതുപോലെ ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കിടിലൻ ഇലസ്ട്രേഷൻസ് വെച്ചിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്രിൻ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടീഷർട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോ സ്ട്രീറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കിടിലൻ യൂണിക്കായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റേത് മീഡിയം ആണ് യൂഷ്വൽ സൈസ് എന്ന് പറയുന്നത്. ഒരു സൈസ് ലാർജ്, ഇതിപ്പോൾ ലാർജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു സൈസ് അപ്പായിട്ടുള്ള ഒരു സൈസ് എടുക്കുന്നതായിരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിറ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് സ്ട്രെച്ചബിൾ ആണ്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കുക, autostreet.in. പിന്നെ വന്നിരിക്കുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് വൈഡർ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ 110 സെക്ഷൻ ടയേഴ്സും അതുപോലെ റിയറിൽ 140 സെക്ഷൻ ടയേഴ്സുമാണ്. നല്ല വൈഡായിട്ടുള്ള ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഓവറോൾ നല്ലൊരു ക്ലാസ് ലുക്ക് തരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. ഓവറോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് ABS മോഡ് വന്നിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS ആണ്. പക്ഷേ ABS റൈഡിംഗ് മോഡ് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ്, റെയിൻ, ഓഫ് റോഡ്. അതായത് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലുള്ള ഡിഫറൻസ് അല്ല, ABS ബ്രേക്കിംഗ് ആ ഒരു സിസ്റ്റത്തിൽ ഓരോ എൻവയോൺമെൻറ്റ് അനുസരിച്ചിട്ട് ABS പെർഫോം ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി അല്ലെങ്കിൽ ഒരു റോഡ് മോഡലാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഷാർപ്പായിട്ടുള്ള ബ്രേക്ക് ബൈറ്റാണ് കിട്ടുന്നത്. അതേസമയം റെയിൻ മോഡലാണെങ്കിൽ വളരെ പ്രോഗ്രസീവാണ്, സേഫ്റ്റി കൂടുതലായിട്ട് നമുക്ക് കിട്ടും. വളരെ പ്രോഗ്രസീവായിട്ടാണ് ബ്രേക്ക് കിട്ടുന്നത്. ഓഫ് റോഡ് ABS ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയർ ABS ഓഫ് ചെയ്തിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള 3 ABS മോഡ് കൊടുത്തിട്ടുണ്ട്. അത് സൂപ്പറായിട്ടുണ്ട്. പ്ലസ് ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫ്യൂൽ ടാങ്കിൻ്റെ ഫ്രണ്ടിലായിട്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഡിസൈൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട്. പഴയ N250 പോലെ തന്നെയാണ് ഇതിനകത്ത് ഹെഡ്ലൈറ്റ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരു ബാറ്റ്മാൻ അല്ലെങ്കിൽ അയൺമാൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഈ ഒരു 2 DRLും അതുപോലെ ഇത് വളർന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഹെഡ്ലൈറ്റ് വളരെ എന്താ പറയുക, ഒരു കരിമ്പുലിക്കുട്ടി നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓവറോൾ ഇതിൻ്റെ ബ്ലാക്ക് വേരിയൻറ്റിലുള്ള ലുക്ക് എന്ന് പറയുന്നത്, ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. അതുപോലെ ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു കട്ടിങ് ഷെയ്ഡുള്ള ഫെൻഡറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് റെഡ് വേരിയൻറ്റിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് കാണാൻ പറ്റും. പിന്നെ 17 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. 110 സെക്ഷനാണ്. MRFൻ്റെ സേപ്പർ ടയേഴ്സാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 37mm USD ഫോക്സ് വരുന്നുണ്ട്. നല്ല ബൾക്കി ആയിട്ടുള്ള ഒരു ടാങ്കാണ് വന്നിരിക്കുന്നത്. ടാങ്ക് ഡിസൈനും അടിപൊളിയാണ്. ഈ ഗ്രാഫിക്സൊക്കെ പൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു ഓയിൽ കൂൾ സിസ്റ്റം ഇതിൻ്റെ എഞ്ചിനിൽ വന്നിട്ടുണ്ട്. 2 വാൽവ് എഞ്ചിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ ടൈപ്പിലുള്ള എക്സോസ്റ്റാണ്. അത്യാവശ്യം ബേസ് ഉള്ള എക്സോസ്റ്റാണ്. നമുക്ക് കുറച്ചൊന്ന് പൊളിച്ച് ഓടിക്കുമ്പോൾ വണ്ടി ലൈവ് ആവും നല്ല രീതിക്ക്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, എക്സോസിൻ്റെ ആ ഒരു നോട്ട്. അതുപോലെ ഒരു ടയർ ഹഗ്ഗർ വന്നിട്ടുണ്ട്. 140 സെക്ഷൻ വൈഡർ ആയിട്ടുള്ള ടയേഴ്സാണ് വന്നിരിക്കുന്നത്. 17 ഇഞ്ച് ഫ്രണ്ട് ആൻഡ് അലോയ് ആണ് വന്നിരിക്കുന്നത് ബാക്ക്. പിന്നെ ബോക്സ് ടൈപ്പാണ് സ്വിംഗ് ആം വന്നിരിക്കുന്നത്. പിന്നെ ഓൾ LED ലൈറ്റ്സ് ആണ്. ഈവൻ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, ഹെഡ്ലൈറ്റ്, ടെയിൽ ലാമ്പ്. പിന്നെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രീമിയം ടൈപ്പിലുള്ള സീറ്റ് സെറ്റപ്പാണ്. സ്പ്ലിറ്റ് സീറ്റാണ്. നല്ല കംഫർട്ടബിളാണ്. ഒരു പ്രീമിയം കുഷ്യനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഫുള്ളി അപ്ഡേറ്റഡ് ആണ്.
ബ്ലൂടൂത്ത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 10x10 നാവിഗേഷൻസും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത്തവണ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അപ്പം വളരെ ക്ലീൻ ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു മീറ്റർ കൺസോൾ ഡിസൈനാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, അതുപോലെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഫ്യൂൽ ഗേജ്, അതുപോലെ ടാക്കോമീറ്റർ, പിന്നെ ട്രിപ്പ് മീറ്റേഴ്സ്, റോഡ്, ABS അങ്ങനത്തെ മോഡുകൾ ചേഞ്ച് ചെയ്യാനുള്ള സെറ്റപ്പ് ഇവിടെ കാണാം. പിന്നെ ഈ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. മറ്റ് വാർണിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫീച്ചർ ലോഡറാണ് ഈ ഒരു മീറ്റർ കൺസോൾ ഡിസൈൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അത് ഡേ ടൈമിൽ എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടെന്നുള്ളതൊക്കെ റൈഡ് റിവ്യൂവിൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ വന്നിരിക്കുന്ന സ്വിച്ചസ്. അപ്പോൾ ഇതിനകത്ത് സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് ഉണ്ട്, അതുപോലെ ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ച് ഉണ്ട്, സ്റ്റാർട്ടർ ബട്ടൺ. ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് ABS മോഡ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ടും ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടണാണ്. ഇൻഡിക്കേറ്റർ, ഹോൺ, അതുപോലെ ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച് അങ്ങനെയാണ് വരുന്നത് ഇവിടെ. അങ്ങനെ അത്യാവശ്യം നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു സ്വിച്ചാണ്. ഈ ഫ്രണ്ടിൽ ചെറിയൊരു ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഓയിൽ കൂളിംഗ് സെറ്റപ്പ് വരുന്നത്. ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ഇതൊക്കെ വളരെ മാസീവായിട്ടുള്ളൊരു ഫ്യൂൽ ടാങ്ക് ഡിസൈനാണ്. ഇവിടെയൊക്കെ നല്ല ഷാർപ്പാണ്. അപ്പം ഇപ്പോൾ ഇറങ്ങിയ നിലവിൽ പൾസർ സീരീസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൾസർ N സീരീസിലെ ബൈക്കാണ് N250 എന്ന് പറയുന്നത്. ഗ്രാബ് റെയിലൊക്കെ അടിപൊളിയാണ്, വളരെ ഷാർപ്പാണ്. ഒരു ഹോൺ നിൽക്കുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് കളയാം. അപ്പോൾ ഇനി ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസാണ്. പ്രൈസ് കാര്യമായ ഇൻക്രീസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഒരുപാട് അപ്ഡേറ്റ്സ് വന്നു. ഈവൻ USD 4 വരെയും വന്നിട്ടും കാര്യമായ പ്രൈസ് ഹൈക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ബജാജിന് തീർച്ചയായിട്ടും ഒരു ക്ലാപ്പ് കൊടുക്കാൻ പറ്റും. അപ്പോൾ പ്രൈസ് ഫിഗർ എന്ന് പറയുന്നത് 1.5 lakhs ആണ് എക്സ്ഷോറൂം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും കിടിലം പ്രൈസിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊരു ചെറിയ വോക്ക് റൗണ്ട് റിവ്യൂ ആണ്. അപ്പോൾ നമ്മളുടെ റൈഡ് റിവ്യൂ ഉടനെ വരും. എന്തായിരുന്നാലും 13-ാം തീയതിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം 13-ാം തീയതി വൈകുന്നേരം 4 മണിയോട് കൂടിയിട്ടാണ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഒരു റൈഡ് ഇംപ്രഷനൊക്കെ ഉള്ള കാര്യങ്ങൾ റൈഡ് റിവ്യൂവിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ വീഡിയോ ഒക്കെ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.